100 കടന്നിരിക്കുന്നു. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട്. പ്രസാദ് കാളിദാസൻ, സംസ്കാരം പുരോഗമിക്കുകയാണ്. കണ്ണീരോടെയുള്ള മടക്കം, തിരിച്ചറിയാനാവാത്തവർ ഒരുമിച്ച് അന്ത്യവിശ്രമം കൊള്ളുന്നു. വിവരങ്ങൾ എങ്ങനെ? തീർച്ചയായും മാതിര, കണ്ണീരോടെ അല്ലാതെ നമുക്ക് ഈ ദൃശ്യങ്ങളെല്ലാം കാണാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ 2 ഘട്ടങ്ങളിലായി ഇപ്പോൾ 27 മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകളാണിപ്പോൾ പൂർത്തീകരിച്ചത്. എന്തായാലും നാളെയും ഇത്തരത്തിൽ ഈ ഒരു സംസ്കാര ചടങ്ങുകൾ എന്തായാലും തുടരും. പൂർണ്ണമായിട്ടുള്ള മൃതദേഹങ്ങളുടെ ഒരു സംസ്കാര ചടങ്ങുകളാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരുന്നത്. 2 ഘട്ടമായിട്ടായിരുന്നു. ആ ഒരു സ്ഥലത്തെ പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ, കാരണം ചെറിയ വഴി ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഒരുമിച്ച് ഒരേ സമയത്ത് എല്ലാ ആംബുലൻസുകൾക്കും എത്തിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഘട്ടം ഘട്ടം തിരിച്ച് ഇത്തരത്തിലൊരു നടപടികളെല്ലാം പൂർത്തിയാക്കിയത്. സർവ്വമത പ്രാർത്ഥനയോടെ തന്നെയാണ് എല്ലാ മൃതദേഹങ്ങളുടെയും സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞത്. ഇത് കേരളം ഒന്നാകെ ഏറ്റെടുത്ത ഈ ഒരു വേദന, വയനാടിൻ്റെ വേദന കേരളം ഒന്നാകെ ഏറ്റെടുത്തിരിക്കുകയാണ്. അത്തരത്തിലൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഉറ്റവർ നഷ്ടപ്പെട്ടെങ്കിലും ഈ കേരളം ഒന്നാകെ ഈ ഒരു വേദന ഏറ്റെടുത്തതിൽ അവർ കരുത്തരായി തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് തുടരുകയാണ്. ഉറ്റവരാരെന്നറിയാനും സാധിച്ചില്ല. ഇപ്പോൾ അവരെല്ലാവരും കേവലം ഒരു സംഖ്യകൾ മാത്രമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നമ്പറുകൾ മാത്രമായിട്ടാണ് അവരവിടെ സംസ്കാരം അല്ലെങ്കിൽ മണ്ണിലേക്ക് മടങ്ങിയത്. തീർച്ചയായും എങ്കിലും അവർക്ക് മുൻപ് മേൽവിലാസങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ മേൽവിലാസം എന്ന് പറയുന്നത് ഇപ്പോൾ പുത്തുമലയിലെ ഒരു ഹാരിസൺ മലയാളം എസ്റ്റേറ്റ് മാത്രമാണ്. മുൻപ് 5 വർഷം മുമ്പ് പുത്തുമലയിൽ സംഭവിച്ച ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞുപോയ നിരവധി ജീവനുകൾക്കൊപ്പം ഇവരും ഒരുമിച്ച് മടങ്ങിയിരിക്കുകയാണ്. അവർക്കുള്ളൊരു അന്ത്യയാത്രയാണ്. ഒരു വൻ ജനാവലി തന്നെ അവിടെ, വൻ ജനാവലി സാക്ഷിയായി അവിടെ ഇപ്പോൾ സംസ്കാര ചടങ്ങുകളെല്ലാം നടന്നത്. തീർച്ചയായും ഇപ്പോഴും തെരച്ചിൽ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. നിരവധി പേരെ കണ്ടെത്തേണ്ടിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ കണ്ടെത്തി തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളാണ് ഇപ്പോൾ എല്ലാം അടക്കം ചെയ്തത്. പ്രാർത്ഥനകളോടെ തന്നെ നാടരികിൽ നിന്ന് എല്ലാവരെയും യാത്രയാക്കുകയാണ്. ഇപ്പോഴും സ്നേഹിച്ചു തീരാത്ത ഒരു ജനത, മണ്ണിനടിയിലും ഒരുമിച്ച് തന്നെ അവർ മടങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം ഈ മണ്ണോട് ചേരുന്നവരിൽ തന്നെ പ്രിയപ്പെട്ടവരും ഉണ്ടായേക്കാവുന്നൊരു വിശ്വാസത്തിൽ നിരവധി ആളുകളും അല്ലെങ്കിൽ കാണാതായവരുടെ ബന്ധുക്കളുമെല്ലാം അന്ത്യയാത്രയ്ക്ക് സാക്ഷിയായിട്ടുണ്ട്. കാളിദാസൻ തുടരുക. റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, 2ാം ഘട്ട സംസ്കാരം പുരോഗമിക്കുകയാണ്. ആംബുലൻസിൽ മൃതദേഹങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അതിര വളരെയധികം വേദനാജനകമായൊരു കാഴ്ചയാണ്. ഒന്നിനു പിറകെ ഒന്നായി ആംബുലൻസുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം. ആ ആംബുലൻസുകളിൽ നിന്ന് ഓരോന്നായി മൃതദേഹങ്ങൾ പുറത്തേക്കെടുത്ത് ഇവിടെ സജ്ജമാക്കിയ ഈ പന്തലിലേക്ക് കൊണ്ടുവന്ന് അവിടെ പ്രത്യേകം തയ്യാറാക്കിയ ആ ടേബിളുകളിൽ കിടത്തുന്നു. അങ്ങനെ 14 പേർ, നേരത്തെ 1ാം ഘട്ടത്തിൽ 16 പേരുടെ മൃതദേഹങ്ങളായിരുന്നു ഇവിടേക്ക് എത്തിച്ചിരുന്നത്. അവരുടെ സംസ്കാരം പൂർണ്ണമാവുകയും ചെയ്തു. ഇപ്പോൾ മൃതദേഹമാണ് ഇവിടേക്ക് എന്ന ഒരു സാഹചര്യമുള്ളത്. ആ ഒരു കാഴ്ച ഓരോ മൃതദേഹങ്ങളായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ചെറിയ കുട്ടികളുടേതുൾപ്പെടെയുള്ള മൃതദേഹങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെയധികം വേദനാജനകമായൊരു കാഴ്ചയാണ്. ഒരുപക്ഷെ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഇനി ഇങ്ങനൊരു കാഴ്ച ഇല്ലാതിരിക്കട്ടെ എന്ന് ഒരുക്കി കരുതിപ്പോകുന്ന ഒരു നിമിഷമാണ്. എന്തായാലും ഒരു കാഴ്ചകളിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങേയറ്റം സങ്കടകരമായ, ദുഃഖകരമായ, വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ പുത്തുമലയുടെ ഈ മണ്ണിൽ 2019 ഉരുൾപൊട്ടൽ ദുരന്തം കവർന്നെടുത്ത ഈ മണ്ണ് ഇന്ന് നിരവധി പേർക്കുള്ള അന്ത്യ ഒരു മാർഗമായി തീരുന്നു, ഒരു ഇടമായി തീരുന്നു. മൃതദേഹങ്ങൾ ഇപ്പോൾ ആംബുലൻസിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കുകയാണ്. ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. കാരണം ഇപ്പോൾ ഇവിടെ ഓരോ ആംബുലൻസുകളിലായി ഇവിടെ PPE കിറ്റ് ധരിച്ച ആ സന്നദ്ധ പ്രവർത്തകർ സജ്ജമാക്കിയ
ഒരു ഓരോ ടേബിളുകളിലേക്കായി കിടത്തുന്നു. ഇപ്പോൾ ആ ആംബുലൻസിൽ ആംബുലൻസിനകത്തെ ഫ്രീസറിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് എടുത്ത് കൊണ്ടുവരുന്ന ഒരു കാഴ്ച. ചെറിയ കുട്ടികളുടേതടക്കമുള്ള മൃതദേഹങ്ങളാണ് തിരിച്ചറിയപ്പെടാതെ സാഹചര്യം. ഉൾപ്പെടെ ഇവിടേക്ക് എത്തിക്കുന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച. ഒരവസ്ഥ മൃതദേഹങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ദയനീയമായ ഒരു കാഴ്ച. ാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിര രണ്ടാം ഘട്ട സംസ്കാരം ഒരുപക്ഷെ ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് പ്രതീക്ഷകൾ ഒക്കെ ഉണ്ടായിരുന്ന, ഇനി ഒരുപക്ഷെ കുഞ്ഞുങ്ങളടക്കമുള്ള പിഞ്ചുകുട്ടികളടക്കമുള്ള മൃതദേഹം ഇവിടേക്ക് ഈ പന്തലിലേക്ക് കൊണ്ടുവരുന്നു. ഈ പന്തലിൻ്റെ ഒരു ഭാഗത്ത് വിവിധ മതങ്ങളിലുള്ള പുരോഹിതർ പ്രാർത്ഥന കർമ്മങ്ങൾ നിർവഹിക്കാനായി തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഈ പന്തലിൽ 3 ഭൗതികദേഹങ്ങളാണ് ഉള്ളത്. അതിൽ 4ാമത്തെ ഭൗതികദേഹം ഇവിടേക്ക് എത്തിക്കാൻ പോവുകയാണ്. 14 ഭൗതികദേഹങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. 2ാം ഘട്ടത്തിൽ ദേഹങ്ങളായിരുന്നു. അതിൽ 16 ഭൗതികദേഹങ്ങളും ഇവിടെ മറവ് ചെയ്തു. ഇന്നലെ 8 ഭൗതികദേഹങ്ങളാണ് ഇവിടെ മറവ് ചെയ്തത്. അങ്ങനെ 24 ഭൗതികദേഹങ്ങൾ ഇതുവരെയായി ഇവിടെ മറവ് ചെയ്യുന്ന ഒരു മലയാളം ലിമിറ്റഡിൻ്റെ അവർ വിട്ടു നൽകിയ 64 സെൻറ്റ് ഭൂമിയിൽ ഇതുവരെയായി 24 ഭൗതികദേഹങ്ങൾ ഇന്നലെയും ഇന്നുമായി മറവ് ചെയ്തു. ഇനിയിപ്പോൾ 14 ഭൗതികദേഹങ്ങൾ ഇവിടെ മറവ് ചെയ്യുന്നു. അങ്ങനെ നോക്കിയാൽ 40 മൃതദേഹങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോയവരുടെ മൃതദേഹങ്ങളാണ് ഈ മണ്ണിൽ സംസ്കരിക്കുന്നത്. ഇപ്പോഴത്തെ മൃതദേഹവും കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നു. വളരെയധികം ആദരവോടുകൂടി, തികഞ്ഞ ആദരവോടുകൂടിയാണ് ഓരോ മൃതദേഹവും ഇവിടേക്ക് കൊണ്ടുവരുന്നത്. തങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തോട് അവർക്ക് എങ്ങനെയാണോ നമ്മളെല്ലാം അന്ത്യയാത്ര നൽകുന്നത്, അതേ ഒരു വൈകാരികതയോടെ, അതേ ഒരു പക്വതയോടെ, അതേ ഒരു ആദരവോടുകൂടി ഈ മൃതദേഹങ്ങൾക്കും അന്ത്യയാത്ര നൽകുകയാണ്. കേരളം മുഴുവൻ ഇപ്പോൾ ഇവിടെയുള്ള സന്നദ്ധ വളണ്ടിയർമാർക്കുൾപ്പെടെ കൃത്യമായ നിർദ്ദേശങ്ങൾ സിദ്ദിഖ് നൽകുന്നുണ്ട്. കാരണം ഈ ആംബുലൻസിൻ്റെ ഭാഗത്ത് ആളുകൾ കൂടി നിൽക്കുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നൊരു അഭ്യർത്ഥനയാണ്. മണ്ണിലേക്ക് 1ാം ഘട്ട സംസ്കാരം 16 മൃതദേഹങ്ങൾ 1ാം ഘട്ടത്തിൽ സംസ്കരിച്ചു.